നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ ജയിലിൽ. 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ. സ്വർണം ചെമ്പാക്കിയത് പത്മകുമാറിന്റെ അറിവോടെയെന്ന് SIT. പ്രതിരോധത്തിലായി CPM. അറസ്റ്റ് കൊണ്ട് ഒരാളെ തള്ളിക്കളയാനാകില്ലെന്നും കുറ്റാരോപിതൻ മാത്രമെന്നും MV ഗോവിന്ദൻ. ഇനി ചോദ്യം ചെയ്യേണ്ടത് മുൻ മന്ത്രി കടകംപള്ളിയെ എന്ന് VD സതീശൻ. അഴിമതി CPMന്റെ അറിവോടെയെന്ന് രാജീവ് ചന്ദ്രശേഖർ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ വരെ. തൃശൂർ അടാട്ട് പഞ്ചായത്തിൽ മുൻ MLA അനിലക്കരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോഴിക്കോട് കോർപ്പറേഷനിൽ VM വിനുവിന് പകരം ബൈജു കാളക്കണ്ടി മത്സരിക്കും. ഇടുക്കിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമായില്ല. കാസർഗോഡ് DCC ഓഫീസിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലി തമ്മിലടി. വയനാട്ടിൽ കോൺഗ്രസിലെ തർക്കം തീരുന്നു. നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ ശബരിമലയിൽ തിരക്ക് കുറഞ്ഞു. സ്പോട്ട് ബുക്കിംഗ് 5000 പേർക്ക് മാത്രം. നിയന്ത്രണം തിങ്കളാഴ്ച വരെ. ഡൽഹി ഭീകരാക്രമണത്തിൽ പുതിയ വെളിപ്പെടുത്തലുകൾ. അൽ ഫലാഹ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ആദ്യമല്ലെന്ന് അന്വേഷണ സംഘം. പൂർവ്വ വിദ്യാർത്ഥി ഗുജറാത്ത് സ്ഫോടന പരമ്പരയിലെ മുഖ്യകണ്ണി. മുഖ്യ സൂത്രധാരൻ ഉമർ നബിയുടെ സഹായികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതം. ഇന്ത്യക്ക് $92.8 മില്യൺ ആയുധം നൽകാൻ അമേരിക്ക. അത്യാധുനിക ജാവലിൻ മിസൈലും അനുബന്ധ ഉപകരണങ്ങളും ഇന്ത്യക്ക് നൽകും. പുതിയ കരാർ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് അമേരിക്ക. വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക അറസ്റ്റ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവും മുൻ MLAയുമായ പത്മകുമാറിനെ SIT അറസ്റ്റ് ചെയ്തു. കട്ടിളപ്പാളി കടത്തിയ കേസിൽ അറസ്റ്റിലായ പത്മകുമാറിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും സ്വർണം ചെമ്പാണെന്ന് എഴുതി നൽകിയത് പത്മകുമാറിന്റെ അറിവോടുകൂടിയാണെന്നും SIT കണ്ടെത്തി. പോലീസ് ആസ്ഥാനത്ത് നടന്ന മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊല്ലത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 തവണ അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയപ്പോഴും വ്യക്തിപരമായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഹാജരായിരുന്നില്ല. ഒടുവിൽ ഇന്ന് രാവിലെ തന്നെ SITക്ക് മുന്നിൽ ഹാജരാക്കുകയും മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനകം അറസ്റ്റിലായ മുരാരി ബാബുവും N വാസുവും പത്മകുമാറിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് മൊഴി നൽകിയിട്ടുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വഴിവിട്ട സഹായം ചെയ്തുവെന്നാണ് SITയുടെ കണ്ടെത്തൽ. 2019 മാർച്ച് മാസത്തിൽ നടന്ന ഗൂഢാലോചനയിൽ ദേവസ്വം ഭരണസമിതിക്ക് പങ്കുണ്ടെന്നും സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് ദേവസ്വം കമ്മീഷണർ എഴുതി നൽകിയത് ബോർഡ് പ്രസിഡന്റിന്റെ അറിവോടുകൂടിയാണെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. N വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. 2019 സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞ കാര്യം തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയിച്ചിട്ടും ഇക്കാര്യത്തിൽ പത്മകുമാർ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. പത്മകുമാർ അധ്യക്ഷനായ 2019 ബോർഡിനെ കേസിൽ 8ാം പ്രതിയായിട്ടാണ് ചേർത്തിട്ടുള്ളത്. KT ശങ്കർദാസ്, N വിജയകുമാർ എന്നിവരാണ് അന്നത്തെ അംഗങ്ങൾ. പോലീസ് ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യലിനും അറസ്റ്റിനും ശേഷം വൈകിട്ട് 6 മണിയോടെയാണ് പത്മകുമാറിനെ പുറത്തേക്ക് ഇറക്കിയത്. കനത്ത സുരക്ഷാ വലയത്തിൽ വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധന പൂർത്തിയാക്കിയ ശേഷം കൊല്ലത്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. 14 ദിവസത്തേക്ക് പത്മകുമാറിനെ റിമാൻഡ് ചെയ്തു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധേഷ് കുമാർ, മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജു, മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസു എന്നിവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്മകുമാറിന്റെ അറസ്റ്റോടെ പിണറായി സർക്കാർ കുറ്റക്കാരായ ആരെയും സംരക്ഷിക്കില്ല എന്ന് തെളിഞ്ഞതായി CPM ജനറൽ സെക്രട്ടറി MA ബേബി. ആരൊക്കെ എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് തെളിയട്ടെ. വിഷയത്തിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന ആക്ഷേപം ആർക്കും ഉന്നയിക്കാൻ കഴിയില്ല. CPMന്റെയും LDFന്റെയും നിലപാട് വ്യക്തമാണെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും MA ബേബി വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാർ പ്രതികരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിപ്പോൾ എന്നെ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഖരാബ് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളോട് പ്രതികരിക്കാതെ ഞാൻ പോകുന്നില്ല. ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നേതാക്കന്മാർ
മന്ത്രിമാർ, മുഖ്യമന്ത്രി എല്ലാം വ്യക്തമാക്കിയ ഒരു കാര്യം, അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വതന്ത്രമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ അന്വേഷിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അറസ്റ്റിലായ എ പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഒരാളെ തള്ളിക്കളയാനാകില്ല. പത്മകുമാറിന്റെ അറസ്റ്റ് പാർട്ടിക്ക് തിരിച്ചടിയല്ലെന്നും അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, കുറ്റക്കാരനാണോ എന്ന് പറയേണ്ടത് കോടതിയാണെന്നും MV ഗോവിന്ദൻ കൊല്ലത്ത് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല, ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല, ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല. ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. പാർട്ടിക്ക് യാതൊരു ഒന്നുമില്ല. പാർട്ടിക്ക് തോന്നുന്നു ഞങ്ങളെ ശുദ്ധമായ അതൊക്കെ വരട്ടേന്ന്. അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ? ഇനി എന്തെല്ലാം വരാനുണ്ട്, എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക. ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ. അപ്പോൾ ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. സംഘടന അറസ്റ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രം ഒരാളെയും ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടോ? അറസ്റ്റ് ചെയ്തു, അപ്പോൾ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നുള്ളത്. ഇടതുമുന്നണിയുടെ അധികാരം ഉപയോഗിച്ചാണ് ശബരിമല കൊള്ളയടിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM നേതാക്കളുടെ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങി. മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളിയാണ് ഇനി ചോദ്യം ചെയ്യേണ്ടതെന്നും കവർച്ചയ്ക്ക് മൗനാനുവാദം നൽകിയ ഭരണത്തലപ്പത്തുള്ള വമ്പന്മാർ വരെ വെളിച്ചത്ത് വരണമെന്നും VD സതീശൻ പറഞ്ഞു. ആ ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ച ഈ നേതാക്കന്മാർ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകുന്ന ഘോഷയാത്രയാണ് ഇപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എൻ വാസു ജയിലിലേക്ക് പോകും. ഇപ്പൊ രണ്ടാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ മുൻ MLA ജയിലിലേക്ക് പോവുകയാണ്. ഇനി SIT ചോദ്യം ചെയ്യേണ്ടത് പഴയ ദേവസ്വം മന്ത്രിയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ CPM പ്രതിരോധത്തിലാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് തന്നെ അറസ്റ്റിലായി. മുൻ MLAയും CPM നേതാവുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഇനി പാർട്ടിക്ക് പങ്കില്ലെന്ന് എങ്ങനെ പറയാൻ കഴിയുമെന്നും കുഞ്ഞാലിക്കുട്ടി ചോദിച്ചു. പ്രതിരോധത്തിലായല്ലോ. ഇതുവരെ പറഞ്ഞിരുന്നതൊക്കെ പോയില്ലേ? ഇതുവരെ പറഞ്ഞിരുന്നത് പാർട്ടിക്കോ ഇതുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാർ തന്നെ അറസ്റ്റിലായപ്പോൾ ഇനി പാർട്ടിക്കാർക്ക് ബന്ധമില്ല. അതിലും വലിയൊരു പാർട്ടിക്കാരൻ ആരാണ്? പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ ഉള്ള ആൾ, മുൻ MLA, അതുപോലെ തന്നെ CPM ഭയങ്കര പാരമ്പര്യമുള്ള ഒരാൾ. ആ ആൾ അവിടെ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കൊള്ളയൊക്കെ ആവാം. പക്ഷേ ഇതുപോലെ അവിടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ സ്വത്ത് ഒരു തരി സ്വർണം ഞങ്ങൾ കളിയില്ല എന്നാണ് ഇപ്പോൾ പോലും CPM ജില്ലാ സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത്. ഇനി ഒരു തരി അവിടെ ബാക്കിയുണ്ടോ? സർക്കാരിന് ബോർഡുകളെയും വിശ്വാസികളെയും സംരക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഏൽപ്പിക്കണമെന്ന് BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ആ നിലപാട് കേന്ദ്രത്തെ അറിയിക്കാൻ താൻ തയ്യാറാണ്. ശബരിമലയിലെ വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലുണ്ടായ സംഭവങ്ങൾ ഒരു കാലത്തും ഉണ്ടായിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടവർ പിടിക്കപ്പെടുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. മറ്റുള്ളവർ മോഷ്ടിച്ചതിന്റെ ബാക്കിയാണോ പത്മകുമാർ എടുത്തതെന്ന് അറിയില്ലല്ലോ എന്നും തുഷാർ. മുൻകാലങ്ങളിൽ ഭരിച്ച എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. CPM കോൺഗ്രസ് വ്യത്യാസമില്ല. ഇവിടം കൊണ്ട് അറസ്റ്റുകൾ തീരില്ലെന്നും തുഷാർ പറഞ്ഞു. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഒരുപാട് കള്ളന്മാരുണ്ട്. എല്ലാ കള്ളന്മാരെയും ഇത് ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്ന സാഹചര്യമാണ്. ഇപ്പൊ ഇന്നത്തെ ഗവൺമെന്റ് ആണ്, ഇതിന് മുമ്പത്തെ ആളാണ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇതിന് ഒരു 10-25 വർഷക്കാലത്തെ ഒരു ഓഡിറ്റ് എടുത്താൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ പിക്ചർ അറിയാൻ പറ്റൂ. ഇപ്പോൾ എനിക്ക് ഈ പത്മകുമാർ എടുത്തുകൊണ്ട് പോയത് നേരത്തെ മോട്ടിച്ചതിന്റെ മിച്ചമാണെന്ന് നമുക്കറിയാമോ? അറിയാൻ പറ്റുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ 10-25 വർഷക്കാലമായിട്ട് ഇത് കൃത്യമായി നോക്കി ആരെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇപ്പൊ CPM എന്നോ അല്ലെങ്കിൽ CPI എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ പറയാൻ വയ്യാത്ത അവസ്ഥയാണ്. കാര്യം KS ശബരിനാഥിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവിനെ വീണ്ടും മത്സരരംഗത്തിറക്കി കോൺഗ്രസ്. വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കരെയാണ് അടാട്ട് പഞ്ചായത്തിൽ മത്സരിക്കുന്നത്. ഇടതുകോട്ട തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് നീക്കം. പഴയ തട്ടകത്തിൽ അനിൽ അക്കരയെ വീണ്ടും ഇറക്കി മത്സരം കൊഴുപ്പിക്കുകയാണ് കോൺഗ്രസ്. അടാട്ടു പഞ്ചായത്തിന്റെ 15-ാം വാർഡിലാണ് മുൻ MLA മത്സരിക്കുക.
പഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും തിളങ്ങിയ അനിലക്കര മത്സരരംഗത്തെത്തുന്നത് ജില്ലയിലാകെ കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. 2000-ൽ 435 വോട്ടിനും 2005-ൽ 200-ലധികം വോട്ടുകൾക്കുമാണ് അനിലക്കര പഞ്ചായത്തിലേക്ക് ജയിച്ചു കയറിയത്. പിന്നീട് 45 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അനിലക്കര ജയിച്ചു കയറുന്നതും രാഷ്ട്രീയ കേരളം കണ്ടു. അനിലക്കരയുടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പ്രഖ്യാപിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും പഴയകാല പ്രതാപത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപക്ഷെ എന്റെ പുറംതോൾ അല്ലെങ്കിൽ എന്റെ പുറം ഒരു ചവിട്ടുപടി ആകണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞാൻ അടാട്ടേക്ക് പോകുന്നത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ് ഉൾപ്പെടെ നിരവധി നിയമവ്യവഹാരങ്ങളിലൂടെ ഇടതുപക്ഷത്തിന്റെ കണ്ണിലെ കരടായി നിൽക്കുകയാണ് അനിലക്കര. അതുകൊണ്ട് തന്നെ അനിലിനെ തോൽപ്പിക്കാൻ CPM കച്ചകെട്ടി ഇറങ്ങുമെന്നും ഉറപ്പാണ്. അമൃത ന്യൂസ്, തൃശൂർ. കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറി. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ നേതാക്കൾ തമ്മിൽ കയ്യാങ്കളി. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കനും DKTF ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് DCC ഓഫീസിൽ ഏറ്റുമുട്ടിയത്. മലയോര ഗ്രാമപഞ്ചായത്തായ ഈസ്റ്റ് എളേരിയിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് കാസർഗോഡ് DCC ഓഫീസിനകത്ത് നേതാക്കൾ തമ്മിൽ തല്ലിയത്. DCC വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കലും കർഷക സംഘടനയായ DKTFന്റെ ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് ഏറ്റുമുട്ടിയത്. മുൻപ് കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ജെയിംസ് പന്തമാക്കൽ DDF എന്ന സംഘടനയുണ്ടാക്കി പ്രവർത്തിച്ചിരുന്നു. പിന്നീട് K. സുധാകരന്റെ ഇടപെടലിനെ തുടർന്ന് പാർട്ടിയിലേക്ക് 1 വർഷം മുൻപ് തിരിച്ചെത്തുകയായിരുന്നു. DCC ഓഫീസിൽ നടന്ന സീറ്റ് വിഭജന ചർച്ചയിൽ വെച്ച് ജെയിംസ് പന്തമാക്കൽ 7 സീറ്റുകൾ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ 5 സീറ്റുകൾ നൽകാൻ കോൺഗ്രസ് യോഗം തീരുമാനിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ നടത്തി. തുടർന്ന് തർക്കം രൂക്ഷമായി. ജെയിംസ് പന്തമാക്കൽ വിഭാഗത്തിന് 2 സീറ്റുകൾ അനുവദിച്ചാൽ മതിയെന്ന് കമ്മിറ്റി തീരുമാനമുണ്ടായി. ഈ തീരുമാനം DCC ഓഫീസിനകത്തെ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെച്ചെന്നാണ് വിവരം. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രശ്നം ചൂടേറുകയുണ്ടായി. അമൃത ന്യൂസ്, കാസർഗോഡ്. ഇടുക്കിയിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമാകാതെ കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള 12-ൽ 7 സീറ്റുകളിൽ മാത്രമാണ് ഇതുവരെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. തർക്കം രൂക്ഷമായതിനെ തുടർന്ന് 5 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം KPCCക്ക് വിട്ടു. കോഴിക്കോട് കോർപ്പറേഷനിൽ VM വിനുവിന് പകരം സർപ്രൈസ് സ്ഥാനാർത്ഥിയില്ല. കല്ലായിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബൈജു കാളക്കണ്ടിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. VM വിനു, ജോയ് മാത്യു എന്നിവർ താരപ്രചാരകരായി ഉണ്ടാകുമെന്ന് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ പറഞ്ഞു. കൊടുവള്ളിയിൽ മത്സരിക്കുന്ന ഫൈസൽ കാരാട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണോ എന്ന് വ്യക്തമാക്കണമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. സമൂഹത്തിൽ ആരോപണ വിധേയരായവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ പ്രതികരിക്കണമെന്നും പ്രവീൺകുമാർ പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായി ഈ തെരഞ്ഞെടുപ്പിൽ രഹസ്യമായോ പരസ്യമായോ UDFന് ബന്ധമില്ല. അഴിയൂരിൽ CPM SDPI ബാന്ധവുമുണ്ടെന്നും പ്രവീൺകുമാർ ആരോപിച്ചു. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് സാധാരണ നിലയിലേക്ക്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്കെത്തി അയ്യപ്പ ഭക്തർക്ക് സുഖദർശനം സാധ്യമായി തുടങ്ങി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ശബരിമല ദർശനത്തിനെത്തുന്നവരുടെ സ്പോട്ട് ബുക്കിംഗ് 5000-ആയി നിജപ്പെടുത്തിയതായി ദേവസ്വം ബോർഡും അറിയിച്ചു. ശബരിമലയിൽ വലിയ തിക്കിലും തിരക്കിലും അയ്യപ്പ ഭക്തർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സ്പോട്ട് ബുക്കിംഗ് 5000-ആയി കുറച്ച് 75,000 ഭക്തർക്ക് മാത്രം ഒരു ദിവസം ദർശനത്തിന് അനുമതി നൽകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച വരെ 5000 പേർക്ക് മാത്രമായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരിക്കുക എന്ന് ദേവസ്വം ബോർഡും അറിയിച്ചു. തിരക്ക് കുറയ്ക്കാൻ ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തർ വെർച്വൽ ബുക്കിംഗ് വഴി ദർശനം നടത്തണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ അഭ്യർത്ഥന. നിലവിൽ സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ ശരംകുത്തി മുതൽ നിയന്ത്രണ വിധേയമായാണ് കടത്തിവിടുന്നത്. 18-ാം പടി കയറ്റിവിടുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിട്ടുണ്ട്. മിനിറ്റിൽ 70 മുതൽ 75 വരെ ഭക്തരാണ് 18-ാം പടി കയറുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമുള്ള ഭക്തരുടെ ബുക്കിംഗ് പ്രാവർത്തികമാകുന്നതോടെ കൂടുതൽ അയ്യപ്പ ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ്. അതേസമയം ഇന്നലെ 18,000 പേരുടെ സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ 85,000-ഓളം അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. അമൃത ന്യൂസ്, സന്നിധാനം. ദുബായ് എയർ ഷോയിൽ സജീവ സാന്നിധ്യം അറിയിച്ച് കേരളത്തിൽ നിന്നുള്ള കമ്പനികളും ദുബായ് വേൾഡ് സെൻട്രലിൽ നടന്നുവരുന്ന എയർ ഷോയിലെ UAE സ്പേസ് ഏജൻസി പവലിയനിലാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ നിന്നുള്ള ജെൻ റോബോട്ടിക്സ്,
Hex20 എന്നീ കമ്പനികൾ ഉള്ളത്. ആഗോളതലത്തിൽ ബഹിരാകാശ സാങ്കേതിക രംഗത്തെ മികച്ച സാധ്യതകളാണ് കേരളത്തിൽ നിന്നുള്ള 2 കമ്പനികളും ദുബായ് എയർ ഷോയിൽ പരിചയപ്പെടുത്തുന്നത്. ഭാവിയിൽ മനുഷ്യൻ ബഹിരാകാശ രംഗത്ത് നടത്തുന്ന പര്യവേക്ഷണവും ബഹിരാകാശ പേടക നിർമ്മാണ വൈദഗ്ധ്യവുമാണ് Hex20 പ്രദർശനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സൗരയൂഥ സംബന്ധമായ നിർണായക സാങ്കേതിക വിദ്യകൾ കേരളത്തിൽ നിന്നുള്ള 2 കമ്പനികളും വികസിപ്പിക്കുന്നുണ്ട്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തിൽ സൗരയൂഥത്തിൽ പുതിയ പേടകങ്ങൾ വിക്ഷേപിക്കുന്നതിനും ഉപയോഗശൂന്യമായവ നീക്കം ചെയ്യുന്നതുമായ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യകൾ. ബഹിരാകാശ സൗകര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് പുതിയ പേടകങ്ങൾ പര്യവേക്ഷണം ചെയ്യാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ജെൻ റോബോട്ടിക്സ്, Hex20 എന്നീ കമ്പനികളുടെ പ്രധാന ലക്ഷ്യം. എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ്, ക്ലീൻ ടെക് റോബോട്ടിക്സ്, മെഡിക്കൽ ആൻഡ് മൊബിലിറ്റി റോബോട്ടിക്സ്, ജനറൽ പർപ്പസ് റോബോട്ടിക്സ്, ഓയിൽ ആൻഡ് ഗ്യാസ് റോബോട്ടിക്സ് എന്നീ 5 പ്രധാന മേഖലകളിലായി നൂതന റോബോട്ടിക് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ആഗോള ഡീപ് ടെക് കമ്പനിയാണ് ജെൻ റോബോട്ടിക്സ് ഇന്നോവേഷൻസ്. പര്യവേക്ഷണം, ഭൂപ്രദേശ വിശകലനം, മൾട്ടി മിഷൻ പ്രവർത്തനങ്ങൾ എന്നിവ നടത്താൻ കഴിവുള്ള സ്വയം നിയന്ത്രിത ബഹിരാകാശ റോവർ പ്ലാറ്റ്ഫോമുകളും കമ്പനി നിർമ്മിക്കുന്നുണ്ട്. മാൻ ഹോളുകൾക്കും സ്വീവേജ് അറ്റകുറ്റപ്പണികൾക്കുമുള്ള റോബോട്ടിക് സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യ കമ്പനി കൂടിയാണ് ജെൻ റോബോട്ടിക്സ്. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ ഗുണ്ടാപ്പിരിവ് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ബംഗ്ലാദേശി സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ 2 ബംഗ്ലാദേശി സ്വദേശികളുടെ വധശിക്ഷ അപ്പീൽ കോടതി ശരിവെച്ചു. ഇതേ കേസിലെ പ്രതികളായ ഗുണ്ടാ സംഘത്തിന്റെ നേതാവിനും മറ്റ് 2 പേർക്കും നേരത്തെ ക്രിമിനൽ കോടതി വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷയും അപ്പീൽ കോടതി ശരിവെച്ചു. അനധികൃത താമസക്കാരെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെയും ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരികയായിരുന്നു ഗുണ്ടാ സംഘം. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരെ സമീപിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി മാസം തോറും നിശ്ചിത പണം പിരിക്കുക എന്നതായിരുന്നു ഗുണ്ടാ സംഘത്തിന്റെ രീതി. പണം നൽകാൻ വിസമ്മതിക്കുന്നവരെ ഇവർ ആക്രമിക്കുകയും പോലീസിൽ വിവരം നൽകുകയും ചെയ്തിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കുവൈറ്റിൽ ഓൺലൈൻ തട്ടിപ്പ് വഴി ഈജിപ്ഷ്യൻ പ്രവാസിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 2740 ദിനാർ നഷ്ടമായി. ഹവല്ലി നുഗ്ര പോലീസ് സ്റ്റേഷനിലാണ് ഈജിപ്ഷ്യൻ പ്രവാസി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 3 തവണകളായി അജ്ഞാതൻ 2740 ദിനാർ പിൻവലിച്ചതായാണ് പരാതി. തുടർന്ന് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്തു. ഈ സാഹചര്യത്തിൽ ബാങ്കുകളുടെ വെബ്സൈറ്റുകളുമായി സാമ്യമുള്ള അജ്ഞാത ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളോ ലിങ്കുകളോ തുറക്കരുതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 46 ഇന്ത്യൻ ഉംറ തീർത്ഥാടകരടക്കം 48 പേരുടെ മരണത്തിനിടയാക്കിയ ബസ് അപകടവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ നാട്ടിൽ നിന്ന് വന്ന് DNA പരിശോധനയ്ക്ക് വേണ്ട സാമ്പിളുകൾ നൽകുകയും ചെയ്തു. മരിച്ചവരുടെ ബന്ധുക്കളെ നേരത്തെ മദീനയിലെത്തിയ തെലങ്കാന ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി മുഹമ്മദ് അസ്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘം മദീന വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ബസ് ദുരന്തവുമായി ബന്ധപ്പെട്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തുടർ പ്രവർത്തനത്തിനു വേണ്ടിയാണ് ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് S. അബ്ദുൽ നസീറിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാരിന്റെ ഉന്നത സംഘം സൗദി അറേബ്യയിലെത്തിയത്. സൗദി ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ, ജിദ്ദ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി, സൗദി വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ എന്നിവ ചേർന്ന് സംഘത്തെ മദീന വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി അരുൺകുമാർ ചാറ്റർജിയും ഗവർണർക്കൊപ്പം സംഘത്തിലുണ്ട്. കുവൈറ്റിൽ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന ജലീബ് അൽ ഷുയൂ പ്രദേശത്തെ അനധികൃതമായി നിർമ്മിച്ച 67 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിനുള്ള നടപടികൾ അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് നഗരസഭാ പൊതുവിഭാഗം അറിയിച്ചു. കുവൈറ്റ് നഗരസഭ ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ മനൽ അൽ അസ്പോറിന്റെ സാന്നിധ്യത്തിലായിരിക്കും പൊളിച്ചുമാറ്റൽ പ്രക്രിയ നടക്കുക. ജലീബ് അൽ ഷുയൂ പ്രദേശത്തെ നിയമലംഘനങ്ങൾ നീക്കം ചെയ്യുന്നതിനും സ്ഥിതിഗതികൾ നിയന്ത്രിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ നഗരസഭയുടെ മറ്റു ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെ നേതൃത്വത്തിൽ തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്തെ 67 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുവാനും കെട്ടിടത്തിലെ താമസക്കാരെ ഒഴിപ്പിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം ആദ്യം നഗരസഭ കെട്ടിട ഉടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനായി 2 ആഴ്ചത്തെ സമയം അനുവദിക്കുകയും ചെയ്തു. അനുവദിച്ച സമയപരിധി അവസാനിച്ചതിനെ തുടർന്നാണ് നഗരസഭ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിനുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സുദീർഘമായ സേവനങ്ങൾ തുടരുന്ന സൗദി റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ ഹോൾഡിംഗിനെ ജിദ്ദ കേരള പൗരാവലി പുരസ്കാരം നൽകി ആദരിച്ചു. ജിദ്ദയിലെ സ്വകാര്യ ആശുപത്രിയിൽ 2.5 വർഷത്തോളം ചലനമറ്റ് കിടപ്പിലായിരുന്ന ബീഹാർ സ്വദേശിയെ നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ സൗദി RPM എല്ലാ സഹായങ്ങളും നൽകിയിരുന്നു. ഡോക്ടർ ഷംസീർ വയലിലാണ് സൗദി RPMന് നേതൃത്വം നൽകുന്നത്. അനുമോദന ചടങ്ങിൽ പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി RPM ടെറിട്ടറി മാനേജർ അബ്ദു സുബ്ഹാന് പുരസ്കാരം കൈമാറി. ഭാരവാഹികളായ ജലീൽ കണ്ണമംഗലം, മൻസൂർ വയനാട്, ഷെരീഫ് അറക്കൽ, അലി തേക്കുതോട് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു.
UAE-യിൽ തണുപ്പ് കാലാവസ്ഥ വർദ്ധിക്കുന്നു. രാജ്യത്ത് ചിലയിടങ്ങളിൽ പുലർച്ചെ 10 ഡിഗ്രി സെൽഷ്യസിലും കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. അല്ലൈനിലെ രക്നയിൽ 7.8 ഡിഗ്രി സെൽഷ്യസാണ് പുലർച്ചെ രേഖപ്പെടുത്തിയ താപനില. ഈ വർഷം UAE-യിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണിത്. വരും ദിവസങ്ങളിൽ ദുബായിൽ 23 ഡിഗ്രിയും അബുദാബിയിൽ 21 ഡിഗ്രി വരെയും കുറഞ്ഞ താപനില രേഖപ്പെടുത്തുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ രാവിലെ കനത്ത മൂടൽമഞ്ഞും അനുഭവപ്പെട്ടിരുന്നു. ദൂരക്കാഴ്ച കുറയുന്ന സാഹചര്യത്തിൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് UAE-യിലെ വിമാനത്താവളങ്ങളിൽ വിമാനയാത്രകൾക്ക് തടസ്സം നേരിട്ടു. ഇന്ന് രാവിലെ 9 മണിവരെ ദുബായിലേക്ക് വരേണ്ടിയിരുന്ന 19 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായി അധികൃതർ അറിയിച്ചു. ഷാർജ വിമാനത്താവളത്തിലെ സർവീസുകൾക്കും മൂടൽമഞ്ഞ് തടസ്സം സൃഷ്ടിച്ചു. ഫ്ലൈ ദുബായ് ഉൾപ്പെടെ വിവിധ വിമാന സർവീസുകളെ മൂടൽമഞ്ഞ് ബാധിച്ചു. യാത്ര പുറപ്പെടും മുമ്പ് അതത് വിമാന കമ്പനികളെ ബന്ധപ്പെട്ട് സർവീസുകളുടെ സമയക്രമം ഉറപ്പാക്കണമെന്ന് ദുബായ് ഷാർജ എയർപോർട്ട് അധികൃതർ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗദിയുടെ തലസ്ഥാന നഗരിയായ സ്കൂളിന് മുന്നിൽ ചേരിതിരിഞ്ഞ് സംഘട്ടനത്തിലേർപ്പെട്ട 8 പേരെ റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏറ്റുമുട്ടലിന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. നിയമാനുസൃത നടപടികൾ സ്വീകരിച്ച് പ്രതികളെ ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. സൈബർ ക്രൈം വിരുദ്ധ നിയമം ലംഘിച്ച് സംഘട്ടനത്തിന്റെ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചയാളെ അറസ്റ്റ് ചെയ്യാൻ നടപടികൾ സ്വീകരിക്കുന്നതായും റിയാദ് പോലീസ് അറിയിച്ചു. കുവൈറ്റിലെ തൃശൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ തൃശൂർ അസോസിയേഷൻ 19ാം വാർഷികം ആഘോഷിക്കുന്നു. 2025 നവംബർ 28 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് DPS അഹമ്മദി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ സാംസ്കാരിക സമ്മേളനവും പ്രശസ്ത പിന്നണി ഗായകരായ ശ്രീരാഗ് ഭരതൻ, നന്ദ ജയദേവ്, വർഷ S. കൃഷ്ണൻ, വിഷ്ണുവർദ്ധൻ എന്നിവരോടൊപ്പം അനൂപ് കോവളം നയിക്കുന്ന സ്റ്റാർ സിംഗർ ഓർക്കസ്ട്രയും അണിനിരക്കുന്ന ഗാനവിരുന്നും ഉണ്ടാവുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളായ വിദ്യാജ്യോതി, വിദ്യാധനം, ചികിത്സാ സഹായങ്ങൾ, ഭവന പദ്ധതി എന്നീ പ്രവർത്തനങ്ങൾ ഈ വർഷവും നടത്തിവരുന്നുവെന്ന് പ്രസിഡന്റ് സ്റ്റീഫൻ ഡെവസി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വനിതാവേദി പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനറൽ കൺവീനർ പ്രതിഭ ഷിബുവും പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ RSC സൗദി വെസ്റ്റ് നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച 3ാമത് നോടെക് എക്സ്പോയ്ക്ക് ജിദ്ദയിൽ ഉജ്ജ്വല സമാപനം. അൽമവാരിദ് ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന സാങ്കേതിക മേള സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ഫസീൻ അഹമ്മദ് എക്സ്പോയിലെ സൈൻ ഇൻ സെഷന് നേതൃത്വം നൽകി. ജിദ്ദയിലെ നിരവധി പ്രമുഖ സ്കൂളുകൾ മേളയിൽ മാറ്റുരച്ചു. എക്സിബിഷനിൽ അൽവുറൂത്ത് ഇന്റർനാഷണൽ സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇന്ത്യൻ സ്കൂൾ ജിദ്ദ 2ാം സ്ഥാനവും അൽമവാരിദ് ഇന്റർനാഷണൽ സ്കൂൾ 3ാം സ്ഥാനവും നേടി. പരിപാടിയിൽ നോടെക് എക്സലൻസി അവാർഡ് ജേതാവായ ഡോക്ടർ ഫയാസ് റഹ്മാൻ ഖാന് പുരസ്കാരം സമ്മാനിച്ചു. ഗതാഗത നിയമം ലംഘിച്ച നിരവധി വാഹനങ്ങൾ ഷാർജ പോലീസ് പിടിച്ചെടുത്തു. വാഹനങ്ങളുമായി റോഡിൽ അഭ്യാസ പ്രകടനം നടത്തുക, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുക, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നീ നിയമങ്ങളുടെ ലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. നിയമലംഘനം സംബന്ധിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന. 73 വാഹനങ്ങളും 75 ബൈക്കുകളും പരിശോധനയിൽ കസ്റ്റഡിയിലെടുത്തു. ശബ്ദമലിനീകരണമുണ്ടാക്കിയ വാഹനങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ശബ്ദമുണ്ടാക്കിയാൽ 2000 ദിർഹമാണ് പിഴ. 6 മാസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യും. ഇന്ത്യയ്ക്ക് ജാവലിൻ മിസൈൽ വിൽക്കാൻ അനുമതി നൽകി US. $45 മില്യൺ മൂല്യമുള്ള വിൽപ്പന പാക്കേജിൽ പ്രതിരോധ ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും ഉൾപ്പെടുന്നു. കെട്ടിടങ്ങളിലേക്കും മറ്റ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും നേരിട്ട് ആക്രമണം നടത്താൻ ശേഷിയുള്ള മനുഷ്യനെ വഹിക്കാൻ കഴിയുന്ന അമേരിക്കൻ നിർമ്മിത മിസൈലാണ് ജാവലിൻ. രാജ്യത്തിന്റെ പ്രതിരോധ സേനയ്ക്ക് ശക്തി പകരുന്നതാണ് പുതിയ മിസൈൽ സംവിധാനം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ പുതിയ കരാർ ഉപകാരപ്രദമാകുമെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ ഏജൻസി അറിയിച്ചു. ഡൽഹി ഭീകരാക്രമണത്തിന്റെ വേരുകൾ തേടിയ അന്വേഷണ സംഘം. അൽ ഫലാഖ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. അതിനിടെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഭീകരവാദ സംഘടനകളുടെ ഭാഗമാകുന്നത് ആദ്യമായല്ലെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉത്തർപ്രദേശ് സ്വദേശി മിർസ ഷദാബ് ഗുജറാത്ത് സ്ഫോടന പരമ്പരയിൽ ഉൾപ്പെട്ടിരുന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ബീഹാർ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തതോടെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന 8ാമത്തെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ. ഇക്കുറി 5 വർഷം പൂർത്തിയാക്കിയാൽ മുൻ സിക്കിം മുഖ്യമന്ത്രി പവൻ ചാലിങ്ങിന്റെ റെക്കോർഡ് മറികടന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവി വഹിക്കുന്ന വ്യക്തി കൂടിയായി നിതീഷ് കുമാർ. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ കാണാം അമൃത ന്യൂസ് യൂട്യൂബ്.